ഈശോയിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, സീറോ മലബാർ സഭ പൗരസ്ത്യ സുറിയാനി ആരാധനക്രമ പാരമ്പര്യം പിന്തുടരുന്ന സഭയാണ്. ഈ സഭയുടെ ആരാധനാ ശൈലി അനുസരിച്ച് മംഗളവാർത്തക്കാലം 1-ാം ഞായറാഴ്ച മുതൽ ഓശാന ഞായർ ഉൾപ്പെടെയുള്ള ദിവസങ്ങളിൽ പരിശുദ്ധ കുർബാനയ്ക്ക് മാർ തിയഡോറിൻ്റെ പേരിലുള്ള കൂദാശക്രമമാണല്ലോ ഉപയോഗിക്കേണ്ടത്. അതുകൊണ്ട് ഈ ഒരു ചെറിയ സമയക്കുറിപ്പിലൂടെ തിയഡോറിൻ്റെ കൂദാശക്രമത്തെ ഒന്ന് പരിചയപ്പെടുത്താം. പരിശുദ്ധ കുർബാന എന്നുള്ളത് നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പെസഹ രഹസ്യങ്ങളുടെ അനുസ്മരണവും ആഘോഷവും അനുഷ്ഠാനവുമാണ്. പെസഹ രഹസ്യങ്ങൾ എന്നുള്ളത് കർത്താവിൻ്റെ പീഡാസഹനവും കുരിശുമരണവും ഉത്ഥാനവും അടങ്ങുന്ന ആ മഹാരഹസ്യങ്ങളാണ്. കുർബാന സഭയുടെ ഏറ്റവും വലിയ ആരാധനയാണ്. ഈശോയുടെ പെസഹ രഹസ്യങ്ങളിലൂടെ രക്ഷിക്കപ്പെട്ടിരിക്കുന്ന സഭ പിതാവായ ദൈവത്തിന് സമർപ്പിക്കുന്ന ആരാധനയുടെ ഏറ്റവും ഉന്നതമായ ശൈലിയാണ്, ഏറ്റവും ഉന്നതമായ രീതിയാണ് പരിശുദ്ധ കുർബാന. കറവ് എന്നുള്ള സുറിയാനി ധാതുവിൽ നിന്നുമാണ് കുർബാന എന്ന പദമുണ്ടായത്. അർപ്പിക്കുക, അർപ്പണം, സമർപ്പണം, ഉയർത്തൽ എന്നെല്ലാമാണ് ആ വാക്കിൻ്റെ അർത്ഥം. ദൈവമായ കർത്താവിന് അവിടുത്തെ മക്കളായ മനുഷ്യർ അർപ്പിക്കുന്ന ബലിയാണ് കുർബാന. ഈ കുർബാനയിലേക്ക് വ്യത്യസ്തമായ ഭാഗങ്ങളുണ്ട്. ഈശോയുടെ ജനനം മുതൽ കർത്താവിന് രണ്ടാമത്തെ ആഗമനം വരെയുള്ള രഹസ്യങ്ങളെല്ലാം പരിശുദ്ധ കുർബാനയിൽ പ്രതീകാത്മകമായി അനുസ്മരിപ്പിക്കപ്പെടുന്നു. അതോടൊപ്പം ഈശോയുടെ പീഡാനുഭവ മരണ ഉത്ഥാന രഹസ്യങ്ങൾ പല പ്രാവശ്യം നമ്മൾ പരിശുദ്ധ കുർബാനയിൽ അനുസ്മരിച്ച് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ കുർബാനയുടെ കേന്ദ്രഭാഗമെന്ന് വിശേഷിപ്പിക്കാവുന്നത് കൂദാശ ഭാഗത്തെയാണ്. നമ്മുടെ സീറോ മലബാർ സഭയുടെ പരിശുദ്ധ കുർബാനയിൽ കൂദാശ ഭാഗം നടക്കുന്നത് മധുബഹായ്ക്കുള്ളിൽ വച്ചാണ്. എൻ്റെ സഹോദരരെ, ഈ കുർബാന എൻ്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ എന്നുള്ള കാർമ്മികൻ്റെ ആ പ്രാർത്ഥന അഭ്യർത്ഥനയെ തുടർന്നുള്ള ഭാഗങ്ങൾ ആണ് അനാഫറ അല്ലെങ്കിൽ കൂദാശ ഭാഗം. അത് അവസാനിക്കുന്നത് അതിപൂജിതമാം നിൻ തിരുനാമത്തിനിത എന്നുള്ള ആ കീർത്തനം. അത് ഒരു കാനോനായാണ്. ആ കാനോനായോടുകൂടി ആ കീർത്തനം അവസാനിക്കുന്നതോടുകൂടി അനാഫറ അല്ലെങ്കിൽ കൂദാശ ഭാഗം അവസാനിക്കുകയാണ്. ക്രൈസ്തവ സഭകളുടെ പൊതുവായ പൈതൃകമനുസരിച്ച് കുർബാനയുടെ കേന്ദ്രഭാഗത്തെ അനാഫറ എന്നാണ് വിളിക്കുന്നത്. അതൊരു ഗ്രീക്ക് പദമാണ്. അനാഫറൈൻ എന്നുള്ള ഗ്രീക്ക് വാക്കിൽ നിന്നും രൂപമെടുത്തതാണ് അത്. അതിൻ്റെ അർത്ഥവും ഉയർത്തൽ, അർപ്പണം, ബലി എന്നെല്ലാമാണ്. പൗരസ്ത്യ സഭാപിതാക്കന്മാർ, പ്രത്യേകിച്ച് പൗരസ്ത്യ സുറിയാനി സഭാപിതാക്കന്മാർ കുർബാനയെ രഹസ്യങ്ങളെന്നാണ് വിളിച്ചത്. നർസ എന്നുള്ള സഭാപിതാവ് സഭയുടെ രഹസ്യമെന്നും ഗബ്രിയേൽ കത്രായായും അർബേലിലെ ജോർജുമെല്ലാം രഹസ്യങ്ങൾ എന്ന പേരിലും പരിശുദ്ധ കുർബാനയെ വിളിക്കുന്നുണ്ട്. എന്നാൽ തിമോത്തി പത്രിയാർക്കീസ് ഈ പരിശുദ്ധ കുർബാനയുടെ രഹസ്യത്തെ, പരിശുദ്ധ കുർബാനയെ രഹസ്യങ്ങൾ, അർപ്പണം, കൂദാശ, റാസ എന്നെല്ലാം വിളിക്കുന്നതായിട്ടും ഇവരുടെയൊക്കെ ആരാധനാക്രമ വ്യാഖ്യാനങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. കുർബാനയുടെ കേന്ദ്രഭാഗത്തെ അനാഫറ അല്ലെങ്കിൽ കൂദാശ എന്നാണ് നമ്മൾ വിളിക്കുന്നത്. സുറിയാനി ഭാഷയിൽ അതിനെ കൂദാശ എന്നാണ് വിളിക്കുന്നത്. കൂദാശ എന്നത് കദശ് എന്നുള്ള റമായ മൂലത്തിൽ നിന്നും ധാതുവിൽ നിന്നും ഉണ്ടായ നാമമാണ്. കദശ് എന്ന നാമത്തിൻ മൂല ധാതുവിൻ്റെ ആ വെർബിൻ്റെ അർത്ഥം
വിശുദ്ധീകരിക്കുക എന്നുള്ളതാണ്. വിശുദ്ധീകരിക്കുന്നതാണ് ഇവിടെ സംഭവിക്കുന്നത്. ആ കുദാശക്രമം നമ്മുടെ സഭയിൽ 3 വിധത്തിലാണ് ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ 3 തരത്തിലുള്ള കുദാശക്രമങ്ങളാണ് പൗരസ്ത്യ സുറിയാനി ആരാധനാക്രമ പാരമ്പര്യത്തിൽ ഉള്ളത്. മറ്റ് പൗരസ്ത്യ സഭകളുടെ പാരമ്പര്യത്തിലും അനേകം കുദാശക്രമങ്ങൾ ഉപയോഗിക്കാറുണ്ട്, അല്ലെങ്കിൽ അനാഫ്രകളുണ്ട്. ലത്തീൻ സഭയിൽ 4 അനാഫ്രകളും, ബൈസന്റൈൻ പാരമ്പര്യത്തിൽ 3, അന്ത്യോക്യൻ പാരമ്പര്യത്തിൽ 13, പൗരസ്ത്യ സുറിയാനി പാരമ്പര്യത്തിൽ 3 കുദാശക്രമങ്ങളാണ് ഇപ്പോൾ പ്രാബല്യത്തിൽ ഉപയോഗത്തിലിരിക്കുന്നത്. പൗരസ്ത്യ സുറിയാനി സഭയായ സിറോ മലബാർ സഭയിൽ അതിൻ്റെ പാരമ്പര്യമനുസരിച്ച് 3 കുദാശക്രമങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. ഒന്നാമത്തേത് ശ്ലീഹന്മാരുടെ കുദാശക്രമം. അത് മാർ അദ്ദായി, മാർ മാറി എന്നീ അനുഗ്രഹീത ശ്ലീഹന്മാരുടെ ശിഷ്യന്മാരുടെ പേരിലാണ് അറിയപ്പെടുന്നത്. മാർ അദ്ദായിയുടെയും മാർ മാറിയുടെയും കുദാശക്രമം. രണ്ടാമത്തേത് മാർ തേദോറിൻ്റെ കുദാശക്രമം. മൂന്നാമത്തേത് മാർ നെസ്റ്റോറിയസിൻ്റെ കുദാശക്രമം. ഇതിൽ നമ്മളുടെ ചിന്തയ്ക്ക് കൂടുതൽ മനസ്സിലാക്കേണ്ടത് മാർ തേദോറിൻ്റെ കുദാശക്രമമാണ്. മംഗളവാർത്ത കാലത്തിലെ 1-ാമത്തെ ഞായറാഴ്ച മുതൽ ഓശാന ഞായറാഴ്ച വരെയാണ് തേദോറിൻ്റെ കുദാശക്രമം സഭയിൽ പരമ്പരാഗതമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. മാർ തേദോർ എന്നുള്ള പിതാവിൻ്റെ പേരിലാണ് ഈ കുദാശക്രമം അറിയപ്പെട്ടിരുന്നതെങ്കിലും ഇതിൻ്റെ രചയിതാവ് മാർ തേദോറാണോ എന്നുള്ള കാര്യത്തിൽ ബലമായ സംശയം ആരാധനാക്രമ പണ്ഡിതന്മാരുടെ ഇടയിലുണ്ട്. അല്ല എന്ന് തന്നെയാണ് പൊതുവായ അഭിപ്രായം. തേദോറിൻ്റെ മതാധ്യാപന പ്രസംഗത്തിലെ പല ചിന്തകളും ദൈവശാസ്ത്ര ചിന്തകളും ഈ കുദാശക്രമത്തിൽ ഉള്ളതുകൊണ്ടാണ് ഈ കുദാശക്രമത്തിൻ്റെ രചയിതാവ് മാർ തേദോറാണെന്ന് തെറ്റായി ചിന്തിക്കാനായിട്ടുള്ള കാരണം. തേദോർ എന്നുള്ള പിതാവിനെ, സഭാപിതാവിനെ ഒരു പരിധി വരെയെങ്കിലും സഭ തെറ്റായി കാണുകയും അദ്ദേഹം തെറ്റ് പഠിപ്പിക്കുകയും ചെയ്ത വ്യക്തിയാണെന്ന് കരുതുകയും ചെയ്തിരുന്ന കാലമുണ്ടായി. പക്ഷേ ആധുനിക കാലത്തിലെ ദൈവശാസ്ത്ര പണ്ഡിതന്മാരും സഭാവിജ്ഞാനികരും ആരാധനാക്രമ അവബോധമുള്ള ആളുകളും ഒന്നും ഇദ്ദേഹം ഒരു തെറ്റിൻ്റെ പഠിപ്പിക്കലുകാരൻ ആയിരുന്നില്ല എന്ന് അംഗീകരിക്കില്ല. കലർപ്പില്ലാത്ത ക്രൈസ്തവ പ്രബോധനം സഭയ്ക്ക് നൽകിയ വ്യക്തിയാണെന്നാണ് തേദോറിനെ പറ്റി ആധുനിക കാലത്തുള്ള ദൈവശാസ്ത്രജ്ഞന്മാരുടെ അഭിപ്രായം. തേദോറിൻ്റെ ദൈവശാസ്ത്ര വീക്ഷണങ്ങളുടെ ആധികാരികതയെപ്പറ്റി ഇന്ന് കത്തോലിക്ക സഭയ്ക്ക് യാതൊരു സംശയവുമില്ല. ഈ കുദാശക്രമത്തിൻ്റെ ഘടനയും അതിൻ്റെ സെമിറ്റിക് പാരമ്പര്യത്തോടുള്ള ബന്ധവും പൗരസ്ത്യ സുറിയാനി ദൈവശാസ്ത്ര പ്രമേയങ്ങളുടെ സാന്നിധ്യവുമെല്ലാം നമ്മൾ പരിശോധിക്കുമ്പോൾ ഇതിൻ്റെ രചയിതാവ് തേദോറല്ല എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. AD 540-552 കാലഘട്ടങ്ങളിൽ പൗരസ്ത്യ സുറിയാനി സഭയുടെ പാത്രിയാർക്കീസ് ആയിരുന്ന മാർ ആബ ആയിരിക്കണം ഈ കുദാശക്രമത്തിൻ്റെ രചയിതാവ് എന്നുള്ളതാണ് പൊതുവായിട്ടുള്ള അഭിപ്രായം. ഈ കുദാശക്രമം സിറോ മലബാർ സഭയിൽ അല്ലെങ്കിൽ ഭാരതത്തിലെ മാർത്തോമ ക്രിസ്ത്യാനികളുടെ സഭയിൽ ഉദയംപേരൂർ സുനോദോസ് വരെ ഉപയോഗിച്ചുകൊണ്ടിരുന്നു. 1599 നടന്ന ഉദയംപേരൂരിൽ വെച്ച് കൂടിയ ആ സമ്മേളനത്തിൽ തേദോറിൻ്റെ പേരിലുള്ളതും നെസ്റ്റോറിയസിൻ്റെ പേരിലുള്ളതുമായ കുദാശക്രമങ്ങളുടെ ഉപയോഗം മാർത്തോമ ക്രിസ്ത്യാനികളുടെ സഭയിൽ അവസാനിപ്പിക്കുകയാണ്. എന്നാൽ സിറോ മലബാർ സഭയിൽ ഈ 2 കുദാശക്രമങ്ങളും വീണ്ടും ഉപയോഗിക്കണമെന്ന് 1957 12-ാം പിയൂസ് മാർപ്പാപ്പ നിർദ്ദേശിച്ചിരുന്നു. പൗരസ്ത്യ സഭകൾക്ക് വേണ്ടിയുള്ള റോമിലെ തിരുസംഘം 1962-ലും 69-ലും 83-ലും വ്യത്യസ്തമായ ലേഖനങ്ങളിലൂടെയും നിർദ്ദേശങ്ങളിലൂടെയും ഈ കുദാശക്രമം പുനരുദ്ധരിക്കേണ്ടതിൻ്റെ ആവശ്യകതയെപ്പറ്റി നമ്മുടെ ജനത്തെ ബോധവൽക്കരിച്ചിരുന്നു.
1986 സുറ മലബാർ സഭയുടെ റാസക്രമം പുനരുദ്ധരിച്ചതിന് ശേഷം തേടൂറിൻ്റെ കുദാശക്രമവും പുനരുദ്ധരിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. പൂർണ്ണമായും സുറിയാനി ഭാഷയിലുണ്ടായിരുന്ന ഈ ക്രമത്തെ മലയാളത്തിലേക്ക് മൊഴിമാറ്റം ചെയ്ത് 2012 ഓഗസ്റ്റ് മാസത്തിൽ കൂടിയ സുറ മലബാർ സഭയുടെ 20ാമത്തെ സെനഡിൻ്റെ 3ാമത്തെ സെഷനിൽ വെച്ച് ഈ പുതിയ ട്രാൻസ്ലേഷന് അല്ലെങ്കിൽ പുതിയ വിവർത്തനത്തിന് സഭ അംഗീകാരം നൽകുകയും പരിശുദ്ധ സിംഹാസനത്തിൻ്റെ അംഗീകാരത്തിനായി റോമിലേക്ക് അയക്കുകയും ചെയ്തു. 2012 ഡിസംബർ 15 പൗരസ്ത്യ തിരുസംഘത്തിൻ്റെ പൗരസ്ത്യ സഭകൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യാലയം ഈ കുദാശക്രമം അംഗീകരിച്ച് നൽകി. 2013 ജൂലൈ മാസം 24 സുറ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി തൻ്റെ ഡിക്രിയിലൂടെ ഈ കുദാശക്രമം ഔദ്യോഗികമായി പ്രസിദ്ധപ്പെടുത്തി. 1599 ഉദയംപേരൂർ സൂനോദോസിൽ നിർത്തലാക്കിയ നെസ്തോറിയസിൻ്റെ കുദാശക്രമം 2013 ജൂലൈ മാസം 24 സഭയിൽ വീണ്ടും ഔദ്യോഗികമായിട്ട് ആരംഭിച്ചു. തേടൂറിൻ്റെ കുദാശക്രമത്തിൽ ദൈവശാസ്ത്രപരമായും വിശ്വാസ സംബന്ധമായും തെറ്റുകളൊന്നുമില്ലെന്ന് ആധുനിക ദൈവശാസ്ത്രജ്ഞന്മാരുടെ പഠനങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. പാലാരൂപതയിലെ തന്നെ വൈദികനായ ഇപ്പോൾ ലാലം സെൻറ്റ് ജോർജ് പുത്തൻപള്ളിയുടെ വികാരിയായ ബഹുമാനപ്പെട്ട വടക്കേൽ ബഹുമാനപ്പെട്ട ജേക്കബ് അച്ഛൻ ഈ തേടൂറിൻ്റെ കുദാശക്രമത്തെപ്പറ്റി ആധികാരികമായിട്ട് പഠിക്കുകയും സുറിയാനി ഭാഷയിലുള്ള ക്രിട്ടിക്കൽ എഡിഷൻ അദ്ദേഹം ഉണ്ടാക്കിയെടുക്കുകയും ചെയ്തു. അതിൻ്റെ ആ പുസ്തകം അദ്ദേഹം നമുക്കായിട്ട് സഭയുടെ ഉപയോഗത്തിനായിട്ട് പ്രസിദ്ധീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെയും അതുപോലെയുള്ള മറ്റ് സഭാ പഠിതാക്കളുടെയും അഭിപ്രായമനുസരിച്ച് ഈ കുദാശയിൽ മിശിഹാവിജ്ഞാനീപരവും റൂഹാവിജ്ഞാനീപരവും സഭാവിജ്ഞാനീപരവുമായ എല്ലാ കാര്യങ്ങളും സത്യവിശ്വാസത്തോട് ചേർന്ന് പോകുന്നതും വിശുദ്ധ വേദപുസ്തകത്തോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നതുമാണ്. മാർ അദ്ദായിയുടെയും മാർ മാറിയുടെയും കുദാശക്രമം 2ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിലോ 3ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിലോ ആരംഭിച്ചതാണ്. എന്നാൽ 6ാം നൂറ്റാണ്ടിൻ്റെ പ്രചാരത്തിൽ വന്ന മാർ തേടൂറിൻ്റെ കുദാശക്രമം ആയതിനാൽ തന്നെ അതിൻ്റെ കാലഘടനയുടെ കാലഘട്ടത്തിൻ്റെ വ്യത്യാസത്തിൽ തന്നെ കൂടുതൽ വികാസം പ്രാപിച്ച ദൈവശാസ്ത്ര ചിന്തകൾ ഉൾക്കൊള്ളുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അദ്ദായി മാറിയുടെ കുദാശക്രമത്തേക്കാൾ കൂടുതൽ വികസിതമായ ഒരു ദൈവശാസ്ത്ര ചിന്തകൾ മാർ തേടൂറിൻ്റെ കുദാശക്രമത്തിൽ നമുക്ക് കണ്ടെത്തുവാനായിട്ട് സാധിക്കും. ഉദാഹരണമായി അദ്ദായി മാറിയുടെ അനാഫ്രയിൽ കാണുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. 1ാമത്തെ ഗഹന്തായിൽ കാണുന്ന പ്രാർത്ഥനയാണ്. അത് വളരെ സംക്ഷിപ്തമായിട്ട് പറഞ്ഞിരിക്കുന്ന ദൈവശാസ്ത്ര ആശയത്തെ 2ാമത്തെ ഗഹന്തായിൽ വളരെ വിശദമായിട്ട് അദ്ദേഹം ഈ രചനയിൽ പ്രതിപാദിച്ചിരിക്കുകയാണ്. അവിടെ ഇപ്രകാരമാണ് പറയുന്നത്: അങ്ങയുടെ ഏകജാതനായ കർത്താവിശ്വമിശിഹ മനുഷ്യ സ്വഭാവം വഴി പൂർത്തിയാക്കിയ അത്ഭുതാവഹവും ഭയഭക്തിജനകവുമായ രക്ഷാപദ്ധതി വഴി പുതുജീവൻ നൽകി ഞങ്ങളെ നവീകരിക്കുകയും പരിശുദ്ധാത്മാവിനെ ആചാരമായി നൽകുകയും ചെയ്തു. അദ്ദായി മാറിയുടെ അനാഫ്രയിൽ ഉള്ളതുപോലെ തന്നെ 4 ഗഹന്ത സൈക്കിളുകളാണ് തേടൂറിൻ്റെ അനാഫ്രയിലും ഉള്ളത്. ഇതിൽ 2ാമത്തെ അനാഫ്രയുടെ ഭാഗത്തെ ഗഹന്ത പ്രാർത്ഥനയിലേക്ക് വരുമ്പോൾ തേടൂറിൻ്റെ അനാഫ്രയുടെ പ്രത്യേകത അതിൽ പരിശുദ്ധ തത്വത്തെ 3 ആളുകൾ അതിൽ ഓരോ വ്യക്തികളെയും പ്രത്യേകമായി പരാമർശിക്കുന്ന ഒരു രീതി തേടൂറിൻ്റെ അനാഫ്രയിൽ നമുക്ക് കണ്ടെത്തുവാനായിട്ട് സാധിക്കും. ഈ അനാഫ്രയുടെ ഭാഷണ കാനോന അല്ലെങ്കിൽ മിശിഹാ കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും റൂഹാദൻ സഹവാസവും നീ നമ്മോടൊപ്പുണ്ടാകട്ടെ, അതും അതിനെ തുടർന്നുണ്ടായിരുന്ന ആ സംഭാഷണം പോലെയുള്ള പ്രാർത്ഥനകളും അത് അദ്ദായി മാറിയുടെ അനാഫ്രയേക്കാൾ കൂടുതൽ വികാസം പ്രാപിച്ചതാണ്. നിങ്ങളുടെ വിചാരങ്ങൾ ഉന്നതത്തിലേക്ക് ഉയരട്ടെ എന്നാണല്ലോ അദ്ദായി മാറിയുടെ അനാഫ്രയിൽ പറയുന്നത്. എന്നാൽ തേടൂറിൻ്റെ അനാഫ്രയിൽ ഈ ഭാഗത്ത് യെശയ്യായുടെ 6ാം അധ്യായം 3ാമത്തെ തിരുവചനത്തിൽ കാണുന്ന
ദൈവദർശനത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് അത് എഴുതിയിരിക്കുന്നത്. ഇപ്രകാരമാണ് അതിൽ വ്യത്യാസം വരുത്തിയിരിക്കുന്നത്. നിങ്ങളുടെ വിചാരങ്ങൾ ഉന്നതത്തിലേക്ക് ഉയർത്തുവിൻ എന്നുള്ളതിന് പകരം തേദോറിൻ്റെ കൂദാശക്രമത്തിൽ ക്രോവന്മാരും സ്നാപ്യന്മാരും പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെന്ന് നിരന്തരം പ്രകീർത്തിക്കുന്ന ഭയഭക്തിജനകവും മഹത്വപൂർണമായ ഉന്നതങ്ങളിലേക്ക് നിങ്ങളുടെ വിചാരങ്ങൾ ഉയർത്തുവിൻ. ദീർഘമായിട്ട് ആ ഉന്നതങ്ങൾക്ക് വലിയ പ്രത്യേകതകളെല്ലാം വിശദീകരിച്ചുകൊണ്ട് വിശദമായിട്ട് പ്രതിപാദിക്കുകയാണ്. പിന്നീട് സകലത്തിൻ്റെയും നാഥനായ ദൈവത്തിന് കുർബാന അർപ്പിക്കപ്പെടുന്നു. അവിടെയും വ്യത്യാസമുണ്ട്. മനുഷ്യവംശത്തിൻ്റെ ആദ്യഫലമായ മിശിഹായുടെ സജീവവും മാനുഷികവും രക്തരഹിതവും സ്വീകാര്യവുമായ കുർബാന സർവ്വ സൃഷ്ടികൾക്കും വേണ്ടി സകലത്തിൻ്റെയും നാഥനായ ദൈവത്തിന് എല്ലായിടത്തും അർപ്പിക്കപ്പെടുന്നു. ഇവിടെയെല്ലാം വലിയ വികസിതമായ ദൈവശാസ്ത്ര ചിന്തകൾ നമുക്ക് കണ്ടെത്തുവാനായിട്ട് സാധിക്കും. രണ്ടാമത്തെ ഗ്രന്ഥയിൽ പറയുന്നു, പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര അദായിമാരുടെ നാഫ്രായി. ഈ പൊതുവായ സംബോധനയ്ക്ക് പകരം പരിശുദ്ധ തൃത്വത്തിലെ ഓരോ വ്യക്തികളെയും എടുത്ത് അവരുടെ സവിശേഷതകൾ വ്യക്തമാക്കുകയാണ്. ഏറ്റവും അവസാനം പറയുകയാണ്, ഇതിൻ്റെ 22-ാമത്തെ പേജിൽ കാണുന്നു, തുല്യരും അഭിവാജ്യരുമായ മൂന്നാളുകളായി ഏറ്റുപറയപ്പെടുന്ന ആരാധ്യമായ അങ്ങയുടെ പരമപരിശുദ്ധിയുടെ മുമ്പാകെ എല്ലാ സ്വർഗീയ ഗണങ്ങളും സദാ സ്തുതികൾ അർപ്പിക്കുന്നു. പറയുകയാണ്, തുല്യരും അഭിവാജ്യരുമായി മൂന്നാളുകളായി ഏറ്റുപറയപ്പെടുന്ന പരിശുദ്ധ തൃത്വത്തിൻ്റെ രഹസ്യങ്ങളെല്ലാം ഇതിൽ വ്യക്തമായിട്ട് പറയുകയാണ്. മൂന്നാമത്തെ ഗ്രന്ഥായും ദൈവശാസ്ത്ര ചിന്തകളാൽ വളരെ സമ്പന്നമാണ്. പരിശുദ്ധ തൃത്വത്തിലെ മൂന്നാളുകളുടെ തുല്യത, മനുഷ്യാവതാരത്തിലെ ശൂന്യവൽക്കരണം, മിശിഹായുടെ ബലി, പരിശുദ്ധാത്മാവ്, അനുരഞ്ജനത്തിലെ ബലി, കുർബാനയുടെ സ്ഥാപന വിവരണം, ഇതെല്ലാം മൂന്നാമത്തെ ഗ്രന്ഥായി ഉൾക്കൊള്ളുകയാണ്. പരിശുദ്ധാത്മാവിൻ്റെ പൗത്രീകരണ ധർമ്മമാണ് നാലാമത്തെ ഗ്രന്ഥായി ഉൾക്കൊള്ളുന്നത്. പൗത്രീകരണത്തിൻ്റെ ഫലമായി രൂപമെടുത്ത, പരിശുദ്ധ റൂഹായുടെ പ്രവർത്തനത്തിൻ്റെ ഫലമായി രൂപമെടുത്ത സഭയെപ്പറ്റിയും സഭയിലുണ്ടാകുന്ന ദൈവിക ശുശ്രൂഷകളെയും ഇതിൽ അനുസ്മരിക്കുന്നു. സഭാ ശുശ്രൂഷകരുടെ പേരും ഈ പ്രാർത്ഥനയിൽ അനുസ്മരിച്ചുകൊണ്ടാണ് റൂഹാക്ഷണ പ്രാർത്ഥനയിലേക്ക് ഇതെത്തുന്നത്. നാലാമത്തെ ഗ്രന്ഥയുടെ ഭാഗമായിട്ടാണല്ലോ റൂഹാക്ഷണ പ്രാർത്ഥന. ഈ പ്രാർത്ഥനയിൽ വളരെ വ്യക്തമായിട്ട് പറയുകയാണ്, പരിശുദ്ധാത്മാവിൻ്റെ കൃപ ഞങ്ങളുടെയും ഈ കുർബാനയുടെയും മേൽ ഇറങ്ങി വരട്ടെ. ഇവിടെ വിശുദ്ധീകരണം നടക്കുകയാണ്. അപ്പവും വീഞ്ഞും കർത്താവിന് ശരീരവും രക്തവുമായി മാറുകയാണ്. രണ്ടാമത്തെ കാര്യം, ഇതിൽ പങ്കുകൊള്ളുന്ന ഞങ്ങളും പരിശുദ്ധ റൂഹായുടെ ആവാസത്താൽ വിശുദ്ധീകരിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. രണ്ട് വിശുദ്ധീകരണമാണ്, രണ്ട് തലങ്ങളിലുള്ള വിശുദ്ധീകരണം. ദൈവജനത്തിൻ്റെ വിശുദ്ധീകരണം, അപ്പത്തിൻ്റെയും വീഞ്ഞിൻ്റെയും വിശുദ്ധീകരണം. പ്രാർത്ഥനകൾ വീണ്ടും ഇപ്രകാരമാണ്. പ്രാർത്ഥന നമുക്ക് ശ്രദ്ധിക്കാം. ഈ അപ്പത്തിലും ഈ കാസയിലും അവിടെ അധിവസിച്ച് ഇവയെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെ നാമത്തിൽ ആശീർവദിക്കുകയും പൗത്രീകരിക്കുകയും മുദ്രിതമാവുകയും ചെയ്യട്ടെ. കർത്താവെ, അങ്ങയുടെ നാമത്തിൻ്റെ ശക്തിയാൽ ഈ അപ്പവും ഈ കാസയും മിശിഹായുടെ ശരീരവും രക്തവുമായി ഭവിക്കട്ടെ. അവിടെ വന്ന് അപ്പത്തിൻ്റെയും വീഞ്ഞിൻ്റെയും മേൽ അധിവസിച്ച് അതിനെ വിശുദ്ധീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വീണ്ടും ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. സത്യവിശ്വാസത്തോടെ ഈ അപ്പത്തിൽ നിന്ന് ഭക്ഷിക്കുകയും കാസയിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്യുന്നവർക്ക് ഇവ കടങ്ങളുടെ പൊറുതി, പാപങ്ങളുടെ മോചനം, ഉയർപ്പിലുള്ള വലിയ പ്രത്യാശ, ആത്മശരീരങ്ങളുടെ രക്ഷ, നിത്യമഹത്വം ഇവയ്ക്ക് കാരണമാകട്ടെ. ദിവ്യകൽപ്പനകൾക്കനുസൃതം വ്യാപരിച്ച് അങ്ങയെ പ്രസാദിപ്പിച്ച് എല്ലാവരോടും ഒപ്പം സ്വർഗ സൗഭാഗ്യം അനുഭവിക്കുവാൻ കർത്താവിശ്വമിശിഹായുടെ കൃപയാൽ ഞങ്ങളേവരും യോഗ്യരാകട്ടെ. ഇതിലൂടെ മനുഷ്യന് വിശുദ്ധീകരിക്കപ്പെട്ട് മനുഷ്യന് ഉയർപ്പുണ്ടാകണം, കടങ്ങളുടെ പൊറുതി ഉണ്ടാകണം, പാപങ്ങളുടെ മോചനം ഉണ്ടാകണം, ആത്മശരീരങ്ങളുടെ രക്ഷയുണ്ടാകണം, നിത്യമഹത്വം ഉണ്ടാകണം. ഇതാണ് ഈ കുർബാനയുടെ ലക്ഷ്യം. കൂടുതൽ വികസിതമായ ഒരു ദൈവശാസ്ത്ര ശൈലി ഉൾക്കൊള്ളുന്ന ക്രമമാണ് തേദോറിൻ്റെ ക്രമം. അതിന് റൂഹാക്ഷണ പ്രാർത്ഥനയ്ക്ക് ശേഷം നാലാമത്തെ ഗ്രന്ഥയുടെ കാനോനയോടുകൂടി അവസാനിക്കുകയാണ് ഈ തേദോറിൻ്റെ കൂദാശക്രമം. നമ്മുടെ സഭയിൽ ഔദ്യോഗികമായി പ്രാബല്യത്തിൽ വന്നുവെങ്കിലും പലപ്പോഴും ഇത് ഉപയോഗിക്കാനായിട്ട് മടിച്ചു നിൽക്കുകയാണ്. കുർബാനക്രമത്തിൻ്റെ ഭംഗി ആസ്വദിക്കുന്നവർക്ക്, ദൈവ അനുഭവത്തിൽ കൂടുതൽ വളരുന്നവർക്ക് കൂടുതൽ ദൈവിക ചിന്തകളിലേക്ക് വരുവാൻ തേദോറിൻ്റെ കൂദാശക്രമത്തിൻ്റെ ഉപയോഗത്തിലൂടെ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ദൈവാനുഗ്രഹങ്ങളും നേരുകയും ചെയ്യും.